എൻ്റെ ജീൻസിൽ ചെളിയാക്കിയോ? വാരിപ്പുണർന്ന മതകരലതൈവിളേ മണ്ണിൽ ബാക്കി നിങ്ങൾ പാടട്ടോ ഗൈസ്. ഇപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് നമ്മുടെ എനിക്ക് വയലുകൾ കാണുമ്പോൾ ഈ പാട്ടാണ് ഓർമ്മ വരുന്നത്. അറിയില്ല ആ പാട്ട് എന്തുകൊണ്ട് വയലിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ. ആകാശദീപം ഇന്നും ഉണരുമിടമായോ, അതേപോലെ നമ്മുടെ പാടം പൂത്ത കാലം, അതൊക്കെ ആ പശ്ചാത്തലം ആ പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നമ്മുടെ വയലാണ് ഓർമ്മ വരുന്നത്. സത്യം ഈ രണ്ട് പാട്ടുകൾ വയൽ കാണുമ്പോൾ ഓർമ്മ വരുവേ. അപ്പൊ നമ്മളിപ്പോ മോശമായിട്ട് നമ്മുടെ വയലിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് വയലിലൊരു സൂത്രം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദർഭപ്പുല്ലാണ് ഈ നിൽക്കുന്നത്. ഓപ്പോസിറ്റ് എങ്ങാനും ഞാൻ കൈ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ കീറി ഇങ്ങ് പോരും. മോസ്റ്റ് ഷാർപ്പാണ്. എൻ്റെ എഡ്ജ് കണ്ടോ, നോക്ക്, ഇത് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചോര വരും. അയ്യോ ഭയങ്കര പെയിനുമാണ് കേട്ടോ. അവൻ്റെ ചോട്ടിലായിട്ട് മോസ്റ്റ് ഷാർപ്പാണ്. അവൻ്റെ ചോട്ടിലായിട്ട് അവൻ്റെ കൂട്ടായിട്ട് ഇതാ നമ്മുടെ തുമ്പപ്പൂവും ഉണ്ട് കേട്ടോ. കണ്ടോ എന്ത് രസമല്ല. നമ്മുടെ മാവേലിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വണ്ണാണ് നമ്മുടെ തുമ്പപ്പൂവ്. പക്ഷേ ഇവൻ്റെ ഒരു കാര്യം, തുമ്പയ്ക്കൊരു സ്മെല്ലുണ്ടേ. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് എന്താ ഓണത്തിന്റെ സമയത്ത് ഇവനെ കാണാൻ കിട്ടൂല, അതാണ് ഒരു വിഷയം. പിന്നെ വയലിലാണെങ്കിൽ ഒരുപാടുണ്ടാവും കേട്ടോ. പിന്നെ ഇവനെ എന്താ പറയാ, ഇവന്റെ പൂവും കൊണ്ട് നമ്മൾ തുമ്പക്കഞ്ഞി ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുടിക്കും. മോസ്റ്റ് ആണ്, ഔഷധ ഗുണമുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മുടെ പാർവതി ദേവീന്റെ കാൽപാദമാണ് എന്ത് തുമ്പപ്പൂക്കൽ. അപ്പൊ പാർവതി ദേവീന്റെ കാൽപാദം പതിഞ്ഞോടത്താണ് എന്ത് തുമ്പപ്പൂ ഉണ്ടായിരിക്കുന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ ദർഭപ്പുല്ലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. നമ്മൾ ബലിയൊക്കെ ഇടുമ്പം മോസ്റ്റ് ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ആണ് ഗൈസ്. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, വയലിൽ കൂടി വൈബ് അടിക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, യെസ് ഗൈസ്.